നവീൻ, അയ്യോ ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ സോഹ. പാപ്പ ഇതെന്റെ ഫ്രണ്ട്സ്. സോഹ ഇതാ എന്റെ പാപ്പൻ. നിങ്ങളിവിടെ ഇല്ലായിരുന്നു? ഇല്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിനുശേഷം ഇവന് വയ്യാണ്ടായി, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോഴാ ഡിസ്ചാർജ് ആയി വരുന്ന വഴിയാ. വാ എല്ലാരും കയറ്. എടാ നീ ഓക്കെ അല്ലേടാ? അതേടാ. നിങ്ങൾ വന്നിട്ട് കുറെ സമയമായോ? ഞങ്ങള് രാവിലെ വന്നിരിപ്പുണ്ട്. പിള്ളേരെ ഇഷ്ടമുള്ള റൂം എടുക്കാവേ. നവിക്കുട്ട, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം, നിങ്ങൾ സംസാരിക്കേ. നവീൻ, നീ ഓക്കെ അല്ലേ? നിന്നെ എന്ത് പറഞ്ഞാ സമാധാനിപ്പിക്കേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓക്കെയാ സോഹ. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പിന്നെ വരാം. സോഹ, എന്റെ റിപ്ലൈ വേണ്ട നിനക്ക്? നീ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ വേണ്ട നിനക്ക്? എനിക്ക് ഞാൻ ഒത്തിരി ഇഷ്ടമാണ് സോഹ. നീ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തത് മുതൽ, അങ്ങനെയല്ല, അതിനു മുന്നേ കണ്ടപ്പോ തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെ പാപ്പനോട് ചോദിച്ചിട്ട് നിന്നോട് പറയാന്ന് വിചാരിച്ചു. പിള്ളേരെ, നിങ്ങളൊക്കെ എങ്ങനെയാ? കഴിക്കുന്ന കൂട്ടത്തിലാണോ അതോ നവിനെ പോലെ? ഹേയ്, ഞങ്ങൾ അവന്റെ പോലെ ഒന്നും അല്ല. എടാ സോഹ വാടാ. എനിക്ക് വേണ്ട. കർത്താവേ, ഞാൻ ദേവലോകത്തോ സ്വപ്നലോകത്തോ മായാലോകത്തോ? അതിപ്പോ പറഞ്ഞൊരിടത്തും അല്ല. എനിക്കറിയായിരുന്നു ഇതെങ്ങനെയൊക്കെ വരുള്ളൂന്ന്. എന്നാലും ഇതെങ്ങനെ സാധിക്കുന്നു സോഹ? മദ്യത്തിന്റെ സ്മെല്ല് കേട്ട മോന്തയും കുത്തി വീഴുന്ന ഇവനാ ഇപ്പൊ വേണ്ടെന്ന് പറയുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ. ഇനി ഞാനും കൂടി നിർത്താൻ പോവാ. കൂടി നിർത്താൻ പോകുന്നവരെ കഴിഞ്ഞിട്ട് പോയേ, ഞങ്ങളിരുന്ന് കുടിക്കട്ടെ. അയ്യട്ടെ, അതിനിപ്പൊ നിർത്തുന്ന കാര്യമല്ല പറഞ്ഞേ. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ? നിന്റെ വാചകവും ജീവിതവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. എടി, ആ അച്ചാറ് തൊട്ട് നക്കാതെ അതിന്റെ കൂടെ ഒരെണ്ണങ്ങ് പിടിപ്പിക്കടി. എടാ, നിനക്ക് വേണം കുടിച്ചെന്നിട്ട് പോവാൻ നോക്ക്. ചുമ്മാ കുടിക്കാത്തവരെ കൂടെ കുടിപ്പിക്കല്ലോ തണ്ടി. നവിക്കുട്ട, എന്തായി? നീ പറഞ്ഞോ? എന്തോ പറയുന്ന കാര്യ? പ്രണയം തുറന്നു പറഞ്ഞോ എന്നാ ചോദിച്ചേ. അപ്പോ എന്തായി? സെറ്റായ? ഡാ സോഹ, സെറ്റായിന്ന് ഞങ്ങക്ക് ചെവിയാക്കാം. അപ്പോ ഇന്നത്തെ ട്രീറ്റ് നിങ്ങളുടെ വക. പാപ്പന് ഇതിനൊക്കെ സപ്പോർട്ടാണല്ലേ? അതൊരു ചോദ്യാടാ കൊച്ചേർക്ക. ഞാൻ ഇവനെ അല്ലാണ്ട് പിന്നെ ആരെയാ സപ്പോർട്ട് ചെയ്യണ്ട? ഇവൻ എന്ത് കൂതറ പരിപാടി കാണിച്ചാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ എന്താ, എന്റെ കൊച്ചേർക്കൻ അങ്ങനെ കൂതറത്തരൊന്നും ഇന്നവരെ കാണിച്ചിട്ടില്ല. പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെയൊക്കെയല്ല നടക്കുന്നേ. വൈകാതെ കാണിച്ചോളൂ. എന്നാ പിന്നെ എല്ലാത്തിനും മുട്ടങ്കാലം ഞാൻ ഒരുമിച്ച് തല്ലി ഒടിക്കും. അയ്യോ, പാപ്പന്റെ അറിവാണേ. എന്നതായാലും വൈബ് പാപ്പൻ തന്നെ. അതുപോലെ തന്നെയാണേ. എനിക്കൊരു കാര്യവും മടിയില്ലാതെ തുറന്നു പറയാൻ പറ്റുന്ന ഒരേ ഒരാള് പാപ്പനാ. ഡാ കൊച്ചീർക്ക, നിങ്ങൾ രണ്ടും പ്രണയത്തിലാണല്ലേ? അതെങ്ങനെ പാപ്പന് മനസ്സിലായി? നവീൻ പറഞ്ഞോ? എന്റെ അടുത്താരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ? പാപ്പൻ ഗേ ആണോ? പോടാ ചെറുക്ക, അതിന് ഗേ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധിമതി. എടാ അതും നിനക്കില്ലാത്ത സാധനത്തെ കുറിച്ച് ഇപ്പൊ പാപ്പൻ പറയുന്നത്. പോടാ നീ. എനിക്ക് വാള് വെക്കണം. പുറത്തെങ്ങാനും പോയി വെക്കടാ. ഞാൻ പറഞ്ഞത് വലിച്ചു കയറ്റുമ്പോ എല്ലാം കൂടെ മോന്തണ്ടാന്ന്. ആരുടേതാ അത്? ആദ്യത്തിന്റെ അല്ലേ? ഇതെന്താ ഇവളെന്തിനാ ഇവനൊളിക്കുന്ന? എടാ, അത് അമ്മച്ചിയായിരിക്കും. ഇങ്ങ് തന്നെ. ടിയ എന്നാടാ നിന്റെ അമ്മച്ചിയായേ? അവളെന്തിനാ നിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന? അത് കൈ തട്ടി വന്നതാണെങ്കിലോ? ഞാനിപ്പോ ഒന്ന് കൈ തട്ടിച്ചാലോ? വേണ്ട. എന്താടാ കിടന്ന് ഉരുളുന്നേ? അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കണക്റ്റായി. കേക്കല്ല, സത്തമ. ഞങ്ങള് സെറ്റായി. എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുമെന്ന്. എന്നതൊക്കെയായാലും അവളല്ലേ. മോളെ ലിയ, നീ ഇന്നലെ അങ്ങനെ അല്ലല്ലോ അവളെ കുറിച്ച് പറഞ്ഞത്. ഞാനൊന്നും പറയാറ് പോലുമില്ല ഒരാളെ കുറിച്ച്. അനാവശ്യമായിട്ടും അത്യാവശ്യമായിട്ടും ഞാൻ പറയാറില്ല. എടാ ആദം, നീ ഇതൊന്നും വിശ്വസിക്കരുത്. നിനക്ക് നല്ല പെണ്ണിനെ കിട്ടിയതിൽ ഇവർക്കൊക്കെ കുശുമ്പ് കുത്തിയിരിക്കാടാ. നീ ഒരുപാട് അങ്ങനെ എഴുതല്ലേ.
സത്യമായിട്ട് ഞാൻ എന്റെ ടീയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓവേ മോനെ ഗുള്ളിക് മാത്യു എന്ത് തേങ്ങ നോക്കി നിൽക്കുക, വന്നേ കിടക്കാം. ഗുഡ് നൈറ്റ് ഗായ്സ്, നാളെ പാക്കലാം. റിഷ് കമ്മോൺ, നമ്മൾ ഒരേ വഴിക്കല്ലേ. ബാ, എന്താടാ നിനക്കൊരു സൈഡ് വരിവ്? ഹേ ഒന്നുമില്ല. അവിടെയാണല്ലേ ലിയയുടെ റൂം. മര്യാദക്ക് ഇങ്ങോട്ട് പോവാമ. എനിക്ക് വയ്യ ഒരു ഗർഭത്തിന് സാക്ഷ്യം വഹിക്കാൻ. ചേ, ഈ പന്നപ്പന്നി വാതൊക്കെ അശ്ലീലേ പറയൂ. അതിന് റൂമിൽ പോയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗർഭം? എന്താ പിള്ളേർ, നിങ്ങൾ ഇറങ്ങിയില്ലേ? ഹേയ് പാപ്പ, നൈസ് ടു മീറ്റ് യു. നിങ്ങളെന്താ ഗർഭത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടല്ലോ. അതിവൻ പറയുന്ന ഇഡലി വട ദോശ ഗർഭാന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു പൊറോട്ടയും ചിക്കനും ഗർഭാന്ന്. ചെന്ന് കിടക്കാൻ നോക്ക്. അവന്മാട്ടൊരു ഗർഭ. ഗുള്ളിക് മാത്യു ഒരു മാട. നീ ഉണ്ടല്ലോ കിച്ചു, ഇച്ചിരി ഓവറാ. സാധനമൊക്കെ കണ്ടോ ഇപ്പൊ നിർത്തിയത്? അതുപോലെ നീയോ നിർത്തണം. അപ്പൊ നീയോ? ഞാൻ അല്പല്ലേ കഴിക്കുന്നുള്ളൂ, നിന്നെ പോലെ ഇങ്ങനെ മൂന്നുന്നില്ലല്ലോ. ഒക്കെ ശരിയാക്കും. നീ വാടാ കുട്ട, വാ മാറി കിടക്കാം അങ്ങോട്ട്. അങ്ങനെ പറഞ്ഞ് ഗുള്ളിക് മാത്യു ഒരു ഉമ്മല്ലേ ചോദിച്ചു. ഓഫായ? ഏതായാലും നന്നായി. എന്റെ പൊന്നിനവൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് നീ ഇതങ്ങോട്ട് എനിക്ക് പോയേ? വെള്ളം എടുക്കാൻ പോയതാ, ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാന്ന് വിചാരിച്ചു. അതെന്തിനാ ഇപ്പൊ ധൃതി പിടിച്ചെടുത്തോണ്ട് വന്നേ നീ? ഇരിക്കട്ടെ നീ കുടിക്കേ. ഹേയ്, എനിക്കിപ്പോ ദാഹമൊന്നുമില്ല. ശരി, ദാഹിക്കുമ്പോ കുടിക്കേ. സോഹ, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ചുമ്മാ. നവീൻ, നിന്നെ കാണാനിട്ട് ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയും നിനക്ക്? എനിക്കറിയാത്, പക്ഷെ നീ എന്നെ തേടി ഇങ്ങോട്ടേറ്റം വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ എങ്ങനെയാ വരാതിരിക്കുക? പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഗുള്ളിക്ക, അവനാ നിന്റെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് കൊണ്ട തന്നത്. പിന്നെ നവീൻ, നിന്റെ ഫോണിന് എന്താ പറ്റിയേ? ഞാനാണ് എന്തോരം വിളിച്ചു നോക്കിയെന്നറിയോ? ഫോണൊക്കെ കേടായിപ്പോയി. അതെങ്ങനെ? അതാ തിരക്കിനിടയിൽ ഞാൻ വിട്ടുപോയി. ഇപ്പൊ ഫോണൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. എന്നതായാലും കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച് കൂട്ടിയത്. അല്ല സോഹ, നീ എന്തിനാ ഇത്രയും ടെൻഷനായത്? ഞാൻ എന്റെ നാട്ടിലേക്കല്ലേ വന്നത്. അല്ല, നീ 2 ദിവസത്തിൽ വരുന്നല്ലേ പറഞ്ഞേ? എന്നിട്ടോ 5 ദിവസമായിട്ട് നിന്റെ ഒരു വിവരമില്ല. ഫോണിലേക്കാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാടാ മനസ്സമാധാനത്തോട് കൂടി ഇരിക്കുന്നത്? നമ്മള് തമ്മിലൊരു കടം ബാക്കിയുണ്ടല്ലോ. കടോ? എന്ത് കട? നീ എനിക്ക് പൈസ തരാനുണ്ടോ? എങ്കിൽ തന്നോ. നീ എനിക്കാ തരാനുള്ള. ഞാനോ? നീ തന്നെ. എന്നിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം കേട്ടാ. കഴിഞ്ഞ തിങ്കളാഴ്ച കാരൂർ റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു 5:30 സമയം നീ എന്നോട് പറഞ്ഞു, സോഹ നീ ഡ്രിങ്ക് ചെയ്യരുത്, ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ടെന്ന്. സോ ഞാൻ നീ പറഞ്ഞതിന് ശേഷം ഡ്രിങ്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എടുത്തോ, എൻ്റെ ഗിഫ്റ്റ് എടുത്തോ. ഓ മൈ ഗാഡ്, ഇതെത്ര കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് മറന്നാലും കിട്ടാനുള്ളത് മറക്കുന്ന ശീലം സോഹന് പണ്ടേ ഇല്ല. അപ്പൊ ഗിഫ്റ്റ് തരട്ടെ? പ്രണയമേ നീ മുഴുവനായി മധുരിതമെങ്കിലും എരിയുവതെന്തേ സിരയിലാകെ പരവശമിങ്ങനെ ഒരു മലരിതളാൽ മലർവ
പനി തീർക്കും വിരഹനിലാവായി മരുവും തീർക്കും പ്രേമം. മൂന്ന് മാസം പെട്ടെന്ന് അങ്ങ് കടന്നുപോയി. ഇപ്പോ 4 ജോഡി പ്രണയമുണ്ടല്ലോ. കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും, പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും പറ്റാണ്ട് അതും കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എത്ര പെട്ടെന്നാണല്ലേ കോളേജ് തീരാറായത്. ഇപ്പോഴാ മിസ് ചെയ്യുന്നത്. ശരിയാ, അല്ലെങ്കിലും ഇനി കിട്ടില്ല എന്ന് അറിയുമ്പോഴാണല്ലോ എന്തിനേയും നമ്മൾ സ്നേഹിച്ചടങ്ങുന്നത്. എന്തൊരു മടി കാണിച്ചിരുന്നതാ ഇവിടേക്ക് വരുന്നതിന്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ കൂടെ പോവാൻ തോന്നുന്നില്ല. സത്യം ശിവം സുന്ദരം. അല്ല, എക്സാം ഇന്ന് എടുത്ത് ആരെങ്കിലൊക്കെ പഠിക്കാൻ തുടങ്ങിയ? പഠിക്കുന്നു. ഇതല്ല ഇതിനപ്പുറം. ചാടിക്കടന്നിട്ട് വന്നതാണെന്നല്ലേ? ചാടിക്കടന്ന് ഞാൻ നിക്കത്തേ ഉള്ളൂ. വേണേ പഠിക്കാൻ നോക്കിക്കോ നീക്ക. അല്ല, നിലവിൽ എത്ര സപ്ലി ഉണ്ട്? 2 എണ്ണം. ഓ, 2 എണ്ണേ ഉള്ള. ഞാൻ വിചാരിച്ചൊരു 5-6 എണ്ണം ഉണ്ടാവുന്നു. എക്സാമിന്റെ തലേ ദിവസം പോലും ബുക്ക് എടുത്ത് മറിച്ച് നോക്കാത്ത നിനക്കൊക്കെ 2 സപ്ലി അല്ലേ ഉള്ളൂ. പറഞ്ഞ പോലെ എനിക്കുണ്ടല്ലോ 4th സെമ്മിൽ ഒരു സപ്ലി. ഹരീഷ്, നീ നട്ടം തിരിയാതെ അത് എഴുതി എടുക്കാൻ നോക്കണേ. ആടി ഞാനിപ്പോ എഴുതും. ഋഷിക്കുട്ടന് എഴുതാൻ പോണാണ്. കാര്യഗൗരവൊക്കെ വന്നല്ല. എന്ത് ചെയ്യാനാടാ, ഇവളുടെ വീട്ടിൽ കല്യാണം നോക്കണുണ്ടോ. ഇനി ഞാൻ വാ പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു ജോലി ഇല്ലാതെ ഇവളെ കെട്ടിച്ചല്ലെന്ന് ഇവളുടെ അപ്പം തന്ത പറഞ്ഞു. എന്റെ അപ്പനെ തന്താന്ന് വിളിക്കുന്നോ? പിന്നെ ആ കളവനെ ഞാൻ എന്ത് വിളിക്കാനാടാ? നീ പറ. നിങ്ങളായി, നിങ്ങളുടെ പാടായി. എടാ കിച്ചു, നീ വല്ല അറിയണണ്ടാ? നിന്റെ ഗുള്ളിക്കേ ആ റോസിയായിട്ട് നിന്ന് മെഴുകണുണ്ട്. റോസിയല്ലേ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. വല്ല കാര്യം ഉണ്ടടാ? ഒത്തില്ല. ഓ, മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ലിയ, എന്റെ കൂടെ ഒന്ന് വരൂടി വാഷ്റൂമില്. സോഹനും നവിനും എന്തേ? എടാ, അവര് ലൈബ്രറിയിലുണ്ട്. സംതിങ് ഫിഷി വിത്ത് പുളിച്ച നാറ്റം. അവർക്ക് രണ്ടുപേർക്ക് എന്താ ലൈബ്രറി പരിപാടി? ഡാ നീ നിന്റെ കാര്യം നോക്കടാ. ആദം, ഹോയ്, എന്താ ലിതിയ? നെക്സ്റ്റ് വീക്ക് എനിക്ക് റെക്കോർഡ് വെക്കണം. എന്നെ ഒന്ന് റെക്കോർഡ് ചെയ്താൽ ഹെൽപ്പ് ചെയ്യോ? ഓ, അതിനെന്താ. ഡാ ഇവിടെ വന്നേ. എന്താ ലിയ, നീ നിന്റെ റെക്കോർഡ് എഴുതിയായിരുന്നോ? അതെഴുതാലോ. നീ ടീയുടെ റെക്കോർഡ് എഴുതാൻ ഹെൽപ്പ് ചെയ്തോ? ഇല്ല. ആദ്യം കയ്യാലപ്പുറത്തെ മാങ്ങ പറി, എന്നിട്ട് മതി കണ്ണത്താത്തോടത്തെ തേങ്ങ പറി. അവന്റെ ഒരു ഹെൽപ്പ് അടി വെച്ചേ. നീ വേറെ അടുത്തേലും പോയിട്ട് ഹെൽപ്പ് നോക്കി. ഇവന് ഭയങ്കര ബിസിയാ. ശരി ഏട്ടാ. എന്താടാ പന്നി എനക്ക്? ആ പെണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അപ്പൊ തുടങ്ങും അവന്റെ കോഴിത്തരം പുറത്തെടുക്കാൻ. എടാ, ആ പെണ്ണൊന്ന് വന്ന് ഹെൽപ്പ് ചോദിച്ചപ്പോ ഞാൻ ഹെൽപ്പ് ചോദിച്ച അവൻ അങ്ങ് ചെയ്തു കൊടുക്കും പട്ടി. ഞാൻ കരുതിയത് ഇവൻ ഒരെണ്ണത്തിന് സെറ്റ് ആയില്ലെങ്കിലും ഇവന്റെ കയ്യിലിരിപ്പൊന്ന് മാറുമെന്നാ. എവിടെ, ഇവന് 100 പെണ്ണിനെ കിട്ടിയാലും ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി ടീക്ക് മാത്രമേ ഇവനെ നന്നാക്കാൻ കഴിയൂ. ഡാ, അവളുടെ അടുത്ത് പറയരുതേ. ആരോട് എന്ത് പറയുന്ന കാര്യമായി പറയുന്നേ? ടീയൊക്കൊച്ചോ, നിനക്ക് സവാളവട വേണോ? എടി, സവാളവട വേണോ വേണ്ടേ? വേണം. എങ്കി വാ. ഇവനിത് നിങ്ങൾക്ക് വേണ്ടേ സവാളവട? വേണ്ട, നീ പോയി കഴിക്കി സവാളവട. നിങ്ങളെന്താ സവാളവട വേണ്ടെന്ന് പറഞ്ഞേ? സവാളവട. എടി, അവന്റെ കയ്യിൽ 5 പൈസ ഇല്ല. പിന്നെ എന്തിനാ പെണ്ണിനെ വിളിച്ചോണ്ടാവാൻ പോയേക്കുന്നേ? മിക്കവാറും നമ്മുടെ പേരിലെങ്ങാനും പറ്റെഴുതി അവൻ ഇങ്ങോട്ട് വരും. ചുമ്മാതല്ല നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞേ. അല്ല, എവിടെന്നാ ഇപ്പൊ പെട്ടെന്ന് ഈ സവാളവട പൊട്ടി മുളച്ചത്? ആടി, ഗുള്ളിക്കിന്റെ ഈ നവിന്റെ ഒക്കെ ബാച്ചിലൊരു പെണ്ണുണ്ടല്ല, താറാവിന്റെ പോലെ നടക്കുന്ന പെണ്ണ്. ലിതിയാണോ? അതെ. അവള് വന്ന് റെക്കോർഡിന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ ചാടിത്തുള്ളി പോവായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ ടീയുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാ നിങ്ങൾ വന്നത്. അപ്പൊ പിന്നെ അവളത് അറിയാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ. അപ്പൊ പൊട്ടി മുളച്ചതാ ഈ സവാളവട. സവാളവടേന്റെ ഒക്കെ ഒരു വിധി. ലൈബ്രറി പോയവന്മാര് ഇപ്പോഴും വന്നില്ല? ഇല്ല, അവരവിടുത്തെ ബുക്ക് മൊത്തം വായിച്ചു തീർക്കുമെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ചെന്നാലോ? അല്ലടാ, അപ്പൊ ഗുള്ളിക്കോ? അവൻ വന്നോളടാ. അല്ല, അവനെവിടെ? അവൻ ആ കാര്യം ഒന്നും ഡീൽ ചെയ്യാൻ പോയതാ. ഏതാടാ, റോസിന്റെ കാര്യാണോ? അവൾക്കൊക്കെ വട്ടാണോടാ? റിലേഷനിലാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ പിന്നാലെ നടക്കാൻ. നിനക്കൊന്ന് ചെന്ന് സംസാരിക്കായിരുന്നില്ലേ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമല്ല. അത് അവൻ തന്നെ ഡീൽ ചെയ്തോളൂ. ലവ് ബേർഡ്സ് ഇവിടുത്തെ ബുക്കൊക്കെ വായിച്ചു തീർത്തോ? അതിനാരെ ബുക്ക് വായിക്കുന്നേ? പിന്നെ എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നേ?
ഞങ്ങൾ ആദ്യമായിട്ട് ഒന്ന് കണക്ട് ആയത് ഈ ഒരു സ്ഥലത്ത് വെച്ചാ. സോ ഇത് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്ലേസാ അല്ലേ? അതെ. ഉവ്വ. എന്നിട്ട് ഇത്രയും സമയമായിട്ട് നിങ്ങളുടെ സംസാരം കഴിഞ്ഞില്ല? ഹേയ്, സംസാരമൊക്കെ ഞാൻ കഴിയുന്നത്. അല്ല, നിന്റെ പുള്ളിക്ക് എന്തേ? അവനത് ഡീൽ ചെയ്തിട്ടില്ല. ഡീലൊക്കെ ചെയ്ത് വരട്ടെ. അപ്പൊ മറ്റേ രണ്ടെണ്ണം? അവര് സവാള ഇവിടെ വാങ്ങാൻ പോയി. സവാള അവിടെ? അതൊക്കെ ഒരു വലിയ കഥയാണ് സോഹ, നീ വല്ലതും അറിയുന്നുണ്ടോ? അയ്യോ, ആരുടെ പോക്കറ്റിലെ കാശാണോ എന്തെന്ന് പോകുന്നത്? ആരുടെ ആണെന്ന് അറിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് കരുതിയിരുന്നു. ഇവൻ എന്താടാ നന്നാവാത്തെ? ഇനി ടീക്ക് മാത്രമേ നന്നാക്കാൻ കഴിയൂ.